പൂച്ച വെച്ചിരിക്കണേ? റൂം മുഴുവൻ കോളമാക്കി ഇട്ടിരിക്കുന്നു. ഇത് ചെയ്യണം. പിങ്കി, പിങ്കി, സാധനം വെച്ച് കഴിഞ്ഞാൽ കാണിയില്ല. പിങ്കി എവിടെ പോയി? പിങ്കി വിളിച്ചു നോക്കാം. ഓഹോ, ഫോൺ ഇവിടെ വെച്ചിട്ടാണല്ലേ പോയിരിക്കണേ. ആ ബെസ്റ്റ് ചീപ്പ് കൊണ്ടിട്ടേക്കണ സ്ഥലം, അതും ബാഗിന്റെ അകത്ത്. അത് സ്വന്തം ജീപ്പാണോ? അതും അല്ല. ഇതൊക്കെ എങ്ങനെ അടുക്കിപ്പറക്കി വയ്ക്ക? എന്ത് കഷ്ടോ നോക്ക്. പിങ്കി, ഇനി ആര് വിളിക്കുന്നേ? ഹലോ, ഹലോ 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 ആന്റി ആന്റി ആന്റി, ഹലോ ഹലോ, ഞാൻ റിങ്കിയാണ്. റിങ്കി റിങ്കി, പിങ്കി അല്ല. അവളുടെ ചേച്ചി. ഞാൻ വിളിക്കാൻ പറയാം. ശരി ശരി. എന്തോ ഉണ്ടല്ലോ അവള്. ചേച്ചി, ചേച്ചി എന്റെ മൊബൈൽ. ഓഹോ, നീ എടുത്ത് വെച്ചേക്കായിരുന്നല്ലേ? ആരും ചോദിച്ചിട്ട് ആടുത്തും ചോദിച്ചില്ല. അഞ്ജനയുടെ അമ്മ വിളിച്ചായിരുന്നു. നീ എടുത്തായിരുന്നു. എന്നിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അത്രേ ഉള്ള. അത് എന്താന്നറിയോ ചേച്ചി, അഞ്ജനയുടെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഒന്ന് പോയി വിളിച്ചിട്ട് വരാം. എന്ത് നീ പതുങ്ങുന്നു? എവിടെ എവിടെ പോണു? നീ വിളിക്കുന്നെങ്കിലേ എന്റെ മുമ്പ് വെച്ച് വിളിക്കും. അയ്യോ, അതെന്തിന്? നിനക്ക് എന്തോ കളത്തനം ഇല്ലേടി? ഞാൻ ഇത് ഇപ്പൊ അച്ഛനോടും അമ്മയോടും പറയും. എന്തോന്ന് ഉണ്ട്? നിനക്ക് എന്തോ കളത്തനം ഉണ്ട്. അഞ്ജനയുടെ അമ്മ വിളിച്ചേനോ? ആന്റി വിളിച്ചപ്പോ ഏതോ പയ്യന്റെ കാര്യം പറഞ്ഞായിരുന്നു. പയ്യന്റെ കാര്യം അതൊന്നുമില്ല. ഞാൻ എന്തായാലും അവർ വിളിച്ചിട്ട് വരാം. നീ ഇവിടെ ഇരുന്ന് വിളിക്ക്. ലൗഡ് സ്പീക്കർ ഓൺ ആക്കി വിളിക്കണം. അതൊക്കെ വേണോ? വേണം. ഹലോ ആന്റി, ഞാൻ പിങ്കിയാണേ. ഹലോ ആന്റി, ഞാൻ പിങ്കിയാണേ. ആന്റി ആന്റി കട്ട് ചെയ്തു. അയ്യോ പാവം. കട്ട് ചെയ്തു. ഇനി എടുക്കും, ഞാൻ വിളിക്കാം. ചേച്ചി റേഞ്ച് ഇല്ല. റേഞ്ച് ഒക്കെ കിട്ടും. വൃത്തികെട്ട നാക്ക്. ഹലോ ആന്റി, ഞാൻ റിങ്കിയാണേ. പിങ്കിരെ കൊടുക്കാം. ആന്റി, ഞാൻ പിങ്കിയാണ്, പറഞ്ഞോ. എന്നാലും മോളെ വിശ്വസിച്ചല്ലേ ഞാൻ ഇവിടെ മോളുടെ കൂടെ വിടുന്നേ? എന്നിട്ട് അവൾക്ക് കാമുകന്റെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടാണോ മോള് കൂടെ പോകുന്നേ? അയ്യോ ആന്റി, അത് കാമുകനൊന്നുമല്ല ആന്റി. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പാർക്കിൽ പോയപ്പോഴേ അവളുടെ ഏതൊരു കസിൻ എന്തോ കണ്ട്, അത്രേ ഉള്ളൂ. ഇനി മോൾ എന്തിനാ മോളെ കളവ് പറഞ്ഞേ? അവൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടിയപ്പോ അവളെല്ലാം പറഞ്ഞു. എന്തായിരുന്നു ആ ചെക്കന്റെ പേര് പറഞ്ഞേ? ടോണി. ടോണി. എന്തായാലും കൊള്ളാം മോളെ. ശരിയെങ്കിൽ കൊള്ളാം മോളെ. വേണ്ട, ഇനിയൊന്നും പറയണ്ട. അയ്യോ ഞാൻ ആന്റി. ആന്റി അയ്യോ ആന്റി. നീ എവിടെ പോയത്? ഞാനല്ല, അവരെ കൂടെ നീയും പോയല്ലോ. ഞാനും പോവേണ്ടി വന്നു. എന്തിന്? ചുമ്മാ അവർക്കൊരു കൂട്ടിനെ. അവിടെ പോയിട്ട് നീ എന്ത് ചെയ്തു?
ഞാൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന് ഊഞ്ഞാലായിട്ട് 2 ഐസ്ക്രീം മേടിച്ച് തിന്നു. ഒന്ന് സ്ട്രോബെറി ഫ്ലേവർ, ഒന്ന് വാനില ഫ്ലേവർ. ഓഹോ. ആ എന്തായാലും ഇത് ഞാൻ കൈയോടെ പിടിച്ചല്ലോ. അപ്പൊ എന്റെ അച്ഛനും അമ്മയും അറിയണമല്ലോ. അതെന്തിന്? അതറിയണം. പക്ഷെ അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിയാമെങ്കിൽ. അയ്യോ അത് പോരാ, അച്ഛനും അമ്മയും അറിഞ്ഞില്ലെങ്കിൽ എന്ത് രസമില്ല. അച്ഛന്റെ അമ്മയടുത്തും പറയലിറങ്ങി. പ്ലീസ് പറയണേ, കാല് പിടിക്കാടി, കാല് പിടിക്കാം. കാലൊന്നും പിടിക്കണ്ട. എന്തോ കാണിക്കണേ? നിനക്ക് ചൂടെടുക്കണോ? അയ്യോ ഇല്ല. അതെ പിന്നെ ഞാൻ പറയണ എന്തോ നീ കേക്കോ? നീ എന്താ പറയാൻ പോണ? ഞാൻ പറയാൻ പോണ എന്തോന്നാ, അതെ ഈ ബുക്സ് ഒക്കെ നീ അടുക്കി വെക്കണം. ചെയ്യോ? ചെയ്യാം. ചെയ്യല്ലോ? ചെയ്യാം. ആ ശരി, എന്നാ തുടങ്ങിക്കോ. പിന്നെ ഈ റൂം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. റൂം എല്ലാം ക്ലീൻ ചെയ്യണം. ഇവിടെ മാത്രം ക്ലീൻ ചെയ്യണം. ഇവിടെ എന്റെ റൂം ക്ലീൻ ചെയ്താൽ മതി. ഇവിടെ എല്ലായിടത്തും തറയൊക്കെ തുടയ്ക്കണം. ആ ചെയ്യാം. ചെയ്യാലോ? എന്റെ പൊന്നു മോള് ചെയ്ത് കഴിഞ്ഞാൽ പറയൂലല്ലേ? ഇല്ല. ഉറപ്പാണേ? ഉറപ്പ്. ചെയ്തു. ചെയ്യാം. ചേച്ചിയുടെ ഒരു കാര്യം സ്നേഹമാണ് ചേച്ചിക്ക്. ശാപം. ദൈവമേ. എടി പിങ്കി എവിടെ? പിങ്കി റൂമിലുണ്ട്. എന്ത് വേണം? അവള് ബുക്സ് ഒക്കെ അടുക്കി വെച്ചോണ്ടിരിക്കുക. ബുക്ക് അടുക്കി വെക്കണോ? ഞാൻ നിനക്കും കൂടെ പോയി സഹായിച്ചൂടെ അവളെ? എന്തിന്? അവളല്ലേ വലിച്ചേറി ഇട്ടത്, ഞാൻ ചെയ്യൂല. അല്ല അവക്ക് എന്തായാലും എന്ത് സംഭവിച്ചു? കുഞ്ഞിന് കുപ്പ എടുക്കാത്തവളാണല്ലോ. അവള് നന്നാവാൻ തീരുമാനിച്ചു. പിന്നെ ഞാനായിട്ട് എന്തിനാണ് അവളെ നശിപ്പിക്കാൻ നോക്കണം? അവള് ചെയ്യട്ടെന്നേ. എന്താണ് അവക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണാവോ? മുല്ലപ്പൂ പൊടി ഏറ്റെടുക്കും കല്ലിനും കൊണ്ട് സൗന്ദര്യവും നല്ലേ അമ്മ. പഴഞ്ചൊല്ലും മര്യാദയ്ക്ക് പറയില്ല. സൗന്ദര്യം അല്ലടി, സൗരഭ്യം. ആ എന്ത് കുന്തോ. ആ കാര്യം മനസ്സിലായല്ലോ. ആ മനസ്സിലായി. അവള് പണിയെടുക്കല്ലേ, നീ അങ്ങനെ ഇപ്പൊ വെറുതെ ഇരിക്കണ്ട. ഇത് കൊണ്ടുപോയി അച്ഛനും മാമനും അപ്പൂപ്പനൊക്കെ കൊണ്ട് കൊടുത്തിട്ടാ. ഇല്ല സമ്മതിക്കൂല. ഓ മക്കളെ അടുക്കി വെച്ചായിരുന്നു എല്ലാം. അടുക്കി വെച്ച ചേച്ചി. ആ അപ്പൊ ചേച്ചി ഒരു പണിയും കൂടി തരാം. ഇതെല്ലാം കൊണ്ട് അവർക്ക് കൊണ്ട് കൊടുത്തേ. യാതല്ല ഇതാ ഈ ചായ. ആ ശരി ചേച്ചി. അമ്മ അതൊന്നാ പാത്രത്തിലാക്കി തരുമോ? 2 കയ്യേ ഉള്ളൂ. അത് മക്കളെ കൊണ്ടു കൊടുക്കുവോ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ കൊച്ചു നന്നായിരുന്നു. അയ്യോ എന്റെ മോക്ക് എന്ത് പറ്റി? തട്ടിടാതെ കൊണ്ടുപോണേ. നിന്നെ കൊണ്ടൊരു പണി എടുപ്പിക്കാന്ന് വിചാരിച്ചാ നീ അത് അവളെ ഏൽപ്പിച്ചല്ലേ? കള്ള പടുക. ബാഡി തങ്കം, എന്ത് ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യും. ഈ ഫോമാ? എന്ത് ഫോം ഇത്? എന്തുവാ? ഇവിടെ LKG ചേർക്കാനുള്ള ഫോം. അത് ശരിയാണ്. എന്തിന്? ഓ ഇൻഷുറൻസിന്റെ ഫോം ആണ്, ഇങ്ങോട്ട് വൃത്തിക്ക് എഴുതണം. അവളെടുത്ത് പറ, അവള് ചെയ്തരും. ഇവള് പിങ്കി എന്ത് വേണ്ട, നീ മതി വാ. പിങ്കി ചെയ്തരും. അവള് പൂനെ മടിച്ചാണ്, അവള് ചെയ്യുന്നു. പക്ഷെ അവളിപ്പോ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അമ്മയോട് ചോദിച്ചോക്ക് എന്ത് പണി അവള് ചെയ്യും. എന്തോ പറ്റി, കാറ്റ് മാറി അടിച്ചു. നിനക്കെന്ത്? എനിക്കൊന്നുമില്ല. അവളെ ഞാൻ നന്നായിട്ട് ഉപദേശിച്ചോണ്ട് അവളിപ്പോ എല്ലാ പണിയും ചെയ്യും. അവളടുത്ത് പറഞ്ഞാൽ മതി. അത് ശരിയാണ്. അവളെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ് കേട്ടാ. അവളെ ആ അതെ ക്ഷണിച്ചു. നീ അങ്ങനെ ഇപ്പൊ വെറുതെ ഇരിക്കണ്ട, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. എന്തോന്നാണീ? ഞാൻ അതാണ് നോക്കണേ എന്ത് പണി തരുന്നു. നീ തേങ്ങ ഇറണ്ടിക്കോ? തേങ്ങയാ? ആ തേങ്ങ തീർന്നു പോയി. തേങ്ങ ഇല്ല. അല്ല ഒരു കാര്യമുണ്ട്. തുണി. ആ തുണി. തുണി എടുക്കണം. തുണി അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നിന്റെ തുണി തന്നെ നരച്ചു പോയി എടുക്കണേ. വേറെ ആടെങ്കിലും ഇരിക്കാൻ തുടങ്ങിയിട്ട് അത് നീ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ കിട്ടുകയും ചെയ്യും.